നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ്. ഞാൻ എങ്ങനെയാ പണിയെടുക്കുന്നതെന്ന് ഒത്തിരി പേരുടെ സംശയമുണ്ട്. ഞാൻ എങ്ങനെയാ പണിയെടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഇങ്ങനെ വെക്കും, ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് വർത്താനം പറയും, അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പണിയെടുക്കുന്നത്. ഉണ്ടോ തല കൊണ്ട് കിട്ടുന്നുണ്ടോ? കഴുത്ത് പൊന്തിച്ചേ പൊന്തിച്ചേ പൊന്തിക്കേ, ഞാൻ പിണങ്ങി പോവും. പൊന്തിച്ചേ, ഞാൻ പിണങ്ങി പോണോ? സ്വന്തം ഇഷ്ടത്തിന് കൊണ്ട് കഴുത്തിടുന്ന കേട്ടോ. ഇതും പറഞ്ഞ് ഇനി ആരും നെഗറ്റീവ് അടിക്കാൻ വരണ്ട. അതുകൊണ്ട് അങ്ങനെ ഇട്ടിട്ടേ കഴുത്ത് പിടിക്കുള്ളൂ. ഞാൻ എന്തോരം പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ നിൽക്കുകയല്ല കേട്ടോ. ഇന്നിപ്പോൾ കറി വെക്കലും അരിയലും എല്ലാം നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് ഇച്ചിരി കുറുമ്പിൻ്റെ ദിവസമാണ്. ഇച്ചിരി കുറുമ്പ് കണ്ടോ കണ്ടോ കണ്ടോ, ദേഷ്യം കണ്ടോ എല്ലാവരും? ഞാൻ പിടിച്ചത് ഇഷ്ടപ്പെട്ടില്ലേ? അതാണ്. നല്ല മല്ലാണ് കേട്ടോ ഇന്ന്, നല്ല മല്ല്. വെറുതെ വെറുതെ ഞാൻ വിട്ടു ഞാൻ വിട്ടു വിട്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വിട്ടു. ഇങ്ങനെയുള്ളവരൊന്നും ഞാൻ പിടിക്കാൻ വരുന്നില്ല കേട്ടോ. ഞാൻ പിടിച്ചത് ഇതാണ് കേട്ടോ. ഞങ്ങൾ ഇങ്ങനെയാണ്. എൻ്റെ പരിപാടി എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയാണ്. അതെ, പകുതി എരിഞ്ഞിട്ടിരിക്കും. ഇനിയിപ്പോൾ പോയി കൈയൊക്കെ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. ഇനി വീണ്ടും അറിയാൻ ഞങ്ങളുടെ കുറച്ച് നേരമല്ലേ എല്ലാവരും കാണുന്നുള്ളൂ. അപ്പോൾ ഒത്തിരി പേര് ഇരിക്കുന്നുണ്ട്, എങ്ങനെ പണിയെടുക്കുന്നു ചേച്ചി, ഇതൊക്കെ എങ്ങനെ പറ്റുന്നു എന്നൊക്കെ. ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഇത് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചാണ്. വലുതാക്കി അരിയാം. വലുതാക്കി അരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ചിലപ്പോൾ അത് ബുദ്ധിമുട്ടാവും കേട്ടോ. അവിടെ ഞാൻ വിചാരിച്ചു ഇതേ ചെറുതാക്കി അരിയാന്ന് വിചാരിച്ചു. കുനു 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 എന്നറിയാം. നമുക്ക് ചോപ്പറുണ്ട് കേട്ടോ. ചോപ്പറിനകത്ത് വേണമെങ്കിൽ ഇട്ട് നമുക്ക് വലിക്കാൻ പറ്റും. പക്ഷെ അത് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ അത്ര വലിയൊരു ക്ലിയർ ആയിട്ട് വരില്ല കേട്ടോ. അതുകൊണ്ടാണ് അന്നേരം ഈ പൊടിഞ്ഞു പൊടിഞ്ഞു പോകും. അതുകൊണ്ട് പിന്നെ ഇതിങ്ങനെ ചോറിൽ ഇങ്ങനെ കുഴച്ച് 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 കൊടുക്കാമെന്ന് വിചാരിച്ചു. നമ്മളെങ്ങനെ വീഡിയോ എടുക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാം സ്വന്തമാണ് കേട്ടോ. എല്ലാം സ്വന്തമുള്ള എടുപ്പാണ്. പൊട്ടൊക്കെ തൊട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ഇരിപ്പാണ്. ഇതേ മേളിലേക്ക്. ഇനിയിപ്പോൾ കുറച്ച് നേരം അതിനോട് വഴക്ക കൂടാൻ പോവാ. അതിനോട് വഴക്ക് കൂടിയിട്ട് ഞങ്ങൾക്കൊരു സമാധാനം ഇല്ല കേട്ടോ. വലിയ കാര്യമായിട്ടുള്ള വീഡിയോ ഒന്നും അല്ല. ഞാൻ പിന്നെ ആദ്യമായിട്ട് കഴുത്ത് പോയതുകൊണ്ട് അവനങ്ങനെ പിടുന്ന കേട്ടോ. അവൻ ഇട്ടിട്ട് അതങ്ങനെ നേരെ പിടിക്കുന്നതാണ്. അപ്പോൾ അതിപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ചും കൂടി ഇട്ട് ഞാൻ കഴുകി കൊണ്ടേ വെച്ചതാണ് വെണ്ടയ്ക്ക. ദേ ഒരു 5-6 കൂടി അരിയാനുണ്ട്. എന്നിട്ട് ഇച്ചിരി സബോളയൊക്കെ അരിയണം. സബോളയും പച്ചമുളകൊക്കെ. പച്ചമുളകൊക്കെ ഇച്ചിരി ആയിട്ടേ എടുത്തുള്ളൂ, കുറച്ചേ എടുത്തുള്ളൂ. വേറെ ഒന്നും കൊണ്ടുമല്ല, കുഞ്ഞിനേരി ഒത്തിരി പറ്റിയല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി എടുത്തുള്ളൂ. പിന്നെ എന്ത് കാന്താരിമുളക് അരച്ചു കൊടുത്താലും തിന്നുന്ന ഒരു കൊച്ചുണ്ട് ഇവിടെ. ദേ ആദുട്ടനാണ് ആദുട്ടൻ. എൻ്റെ അമ്മോ, ഇതിൽ നിന്ന് ഇറങ്ങി അങ്ങ് ഓടണം. കണ്ട, അതെടുക്കണ. അയ്യോ, അതെന്തോ നിലത്തുള്ളൂ. എവിടെയുണ്ട്? പറിച്ചിട്ടതല്ല, കറിക്കരിയാൻ വന്നിട്ട് ഇതേ രണ്ടും കൂടി കളിക്കുന്നു. കറിക്കരിയാൻ വന്നിട്ട് അമ്മയും മോനും കൂടി കളിക്കുവാണ്. പകുതി അരിഞ്ഞു. എൻ്റെ പണി മൊത്തം ഇങ്ങനെയാണ് കേട്ടോ. ഇനി 1 മണിയാകുമ്പോഴത്തേക്കും തോരനായാൽ മതിയല്ലോ. അപ്പം പിന്നെ ഇവൻ്റെ കൂടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവൻ്റെ കൂടെ അവിടെ ഇനിയും കുറേ കളിപ്പാട്ടങ്ങളൊക്കെ ഇരിപ്പുണ്ട്. പപ്പിക്കുട്ടിയുണ്ട്, നമ്മുടെ ആനയുണ്ട്. ആന എങ്ങനെയാ കരയുന്നേ? എങ്ങനെയാ മാന്ന് എങ്ങനെയാ കരയുന്നേ? മാന്ന് കരയുവേ ആന. അങ്ങനെ കരയുവേ. നമുക്ക് കമന്റുകളൊക്കെ ഓഫ് ആവുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ ആദൂട്ടിൻ്റെ വർത്താനോ സൗണ്ടും വരുന്നത് കൊണ്ടാണ്. കള്ളത്തര കഴിയുന്നുണ്ടോ? ഇവിടുന്ന് പോണം. ഇപ്പൊ ഇത് ഉരുട്ടിക്കൊണ്ട് പോണം. ഇതെന്നതാടി ശരിക്കും? അയ്യോ, ഇപ്പൊ ഞാൻ അവിടെ വെച്ചു കേട്ടോ. ഇവൻ്റെ കൂടെ ഇരുന്ന് വർത്താനം പറയാന്ന് വിചാരിച്ച് അവിടെ വെച്ചു. മെല്ലെങ്ങാനും അരിയാം. വീഡിയോ എടുക്കണമെന്നൊന്നും വിചാരിച്ചല്ല കേട്ടോ. ഞാനിപ്പോൾ കുഞ്ഞിനെ കൊണ്ട് ഇവിടെ ഇരുന്നപ്പോൾ ചെറുതായിട്ടൊരു വീഡിയോ എടുത്തതേ ഉള്ളൂ. കുറച്ച് പാത്രമൊക്കെ കഴുകാൻ കിടപ്പുണ്ട്. തിങ്കളാഴ്ച തൊട്ട് തെറാപ്പിക്ക് പോകും കേട്ടോ. മാളുകൊച്ചിൻ്റെ അടുത്ത് ഒന്ന് പോകണം. മാളുകൊച്ചിൻ്റെ ബർത്ത്ഡേ ആണ് ഞായറാഴ്ച. അപ്പോൾ ഒന്ന് കോഴിക്കോട് പോകണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. കണ്ടോ, പിടിച്ചു വെച്ചേക്കുന്നുണ്ട്. എവിടെയാണെങ്കിലും തുണി പറിച്ചോണ്ട് പോവുകയാണോ? ഇതെന്ത് കളിയത്? ഇതെന്ത് കളിയാ? നാദൂട്ടീൻ്റെ ഇവിടെ കേട്ടോ ഉറുമ്പ് കടിച്ചേ. എനിക്ക് ഉറുമ്പ് കടിച്ചപ്പോൾ വല്ലാത്ത വിഷമമായി പോയിട്ടോ. വേറെ ഒന്നും കൊണ്ടും അല്ല. തുണി വിടറാ, തുണിയൊന്നും വിടടാ. തുണി എനിക്ക് വല്ലാത്ത വിഷമായിട്ടോ. വേറെ ഒന്നും കൊണ്ടും അല്ല.
ഉറുപ്പ് അടിച്ചപ്പോൾ കുഞ്ഞിനെ പറയാൻ പറ്റിയില്ല, അവനത് വേദനിച്ച് കാണുമല്ലോ എന്ന് ഓർത്ത് എനിക്ക് ഭയങ്കര സങ്കടം. ഇപ്പം തല ഇങ്ങനെ പിടിച്ചേക്കുന്ന വേറെ ഒന്നുമല്ല, അതുകൂട്ടി സ്വന്തം ആട്ടി പിടിക്കുന്നതൊക്കെയാണ്. പക്ഷെ അവൻ കൊണ്ടുപോയി താഴേക്ക് ഇപ്പം ഇങ്ങനെ ചാരി ഇവിടെ കൊണ്ടുപോയി ചാരി അങ്ങ് വെക്കും. ചാരി വെച്ചാൽ പിന്നെ ഒന്നും അറിയണ്ടല്ലോ, സുഖമാണല്ലോ. തലക്കഴുത്ത് നന്നായി പിടിക്കും കേട്ടോ. പക്ഷെ എന്നെ കാണുമ്പോഴത്തേക്കും ഭയങ്കര തട്ടിപ്പാ. ബബു ബബു ഉണ്ട് പൊക്കത്ത്. ബബു എവിടെയാ ബബു ഇരിക്കുന്നേ? എവിടെയാ ബബു? എന്റെ കൈ ഇവിടെ, എന്റെ കൈ ഇവിടെ, ഇതെന്താ കൈ ഇവിടെ. പിന്നെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ഈ ചെയർ എവിടുന്നാ മേടിച്ചതെന്ന്. നിലവിൽ ഈ ചെയർ ആദൂട്ടിൻ്റെ ഒരു ആൻറ്റിക്ക് ആദൂട്ടിക്ക് മേടിച്ചു കൊടുത്താണ്. കറക്റ്റായിട്ട് എനിക്ക് എടുക്കാൻ അറിയില്ല. മീഷോയിൽ അടിച്ചാൽ CP ചെയർ എന്ന് പറഞ്ഞാൽ കിട്ടുമെന്നാണ് കേട്ടോ പറയുന്നത്. എനിക്ക് അറിയത്തില്ല കറക്റ്റായിട്ട്, അതുകൊണ്ടാണ്. കെട്ടിപ്പിടിക്കാനേ തലമുടിയെ പിടിച്ച് അപ്പുറത്ത് ബൈക്കും സ്റ്റാർട്ടാക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എങ്ങാനും പോകുന്നവരെന്നെങ്ങാനും കൊണ്ടുപോയാലോ. വെറുതെ ഇരുന്നിട്ടുള്ളൊരു വർത്താനൊക്കെയാണ് കേട്ടോ. കുറച്ച് വിശേഷം. എന്നാ മടി വെച്ചോ. കണ്ടോ മോള് വണ്ടി ഇവിടെയാണ് ഇരിക്കുന്നത്. ഇതിപ്പോൾ ഉരുണ്ട് എൻ്റെ അടുത്തേക്ക് എത്തി കേട്ടോ. നേരെ ഒന്ന് ഇരുത്തിയിട്ട് വരാം. ഞാനൊന്ന് ഇവിടുന്ന് എണീറ്റതേ മോന്തയൊക്കെ ഒന്ന് മാറി ഇങ്ങനെ പിടിച്ചു. മോന്ത ഇങ്ങനെ ആയി. എങ്ങനെയാ പണിയെടുക്കുക? ഇങ്ങനെ തുടങ്ങിയ ഞാൻ എങ്ങനെയാ പണിയെടുക്കുക? എന്നെ ചീത്ത അറിയാം. നീ പോടിയെന്നാണോ? ചൂട് കേട്ടോ. നമുക്ക് അട്ടപ്പാടിക്ക് തുള്ളി മഴയില്ല, നല്ല ചൂടാ. പിന്നെ ആദൂട്ടിന്റെ തുണി മാത്രം പിടിച്ച് പറിക്കരുത്. ആദൂട്ടി ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അമ്മേന്റെ കൂടെ ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. തുണി പിടിച്ച് പറിക്കരുത്. എന്താ ചെയർ വേണോ? ഇരിക്കുന്ന ചെയറില്ലേ, അതാട്ടോ അതിലേ പോയത്. റോഡല്ലേ, ടൗണല്ല, റോഡാണ്. ഇപ്പം തമിഴ്നാട് ഏരിയയും കൂടി ആയതുകൊണ്ട് എല്ലാ സാധനവും വരും കേട്ടോ. ഇത് ചേട്ടൻ ഇവിടെ സുഖമായിട്ട് ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഓ, ഇതിനെ എടുത്ത് താഴെ വെച്ചപ്പോൾ മതിയായോ? ഇങ്ങനെ ഇറങ്ങും. ഇങ്ങനെ ഞങ്ങളുടെ സന്തോഷമൊക്കെയാണ് കേട്ടോ ഇത്. ഞങ്ങളുടെ കസേര ഇരിക്കുമ്പോൾ സന്തോഷമൊക്കെയാണ്. 1 മണിക്കൂർ ഇങ്ങനെ ഇരുത്തു കേട്ടോ. ഇരുന്ന് പഠിക്കട്ടെ. 1 മണിക്കൂറൊക്കെ കസേര എഴുതും. പിന്നെ കിടപ്പം ഒഴിവാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ആദൂട്ടി കിടക്കുന്നത്. കിടപ്പം ഒഴിവാക്കുവാണെങ്കിൽ നല്ല കാര്യമല്ലേ. കസേരയിലേക്ക് ഇരുന്ന് നമ്മുടെ കൂടെ എല്ലാത്തിനും ആയിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന് കിടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എനിക്ക് എവിടെ വേണമെങ്കിലും ചെയർ ഉരുട്ടി പോവുകയും ചെയ്യാലോ. പിന്നെ അയ്യോ കണ്ട പിന്നെ ഈ ചേട്ടൻ എൻ്റെ കൂടെ എല്ലായിടത്തും ഉള്ളതാട്ടോ എൻ്റെ ഒരു സമാധാനം. ഇവിടെ പിടിച്ച വേദനയൊന്നും ഇടിക്കുകയല്ല കേട്ടോ. എന്താ തന്നെയായിട്ട് പിടിക്കുകയോ ചെയ്യേ. ഇവിടെ എന്ത് പറ്റിയേ? ഇവിടെ ഉറുമ്പ് പിടിച്ചാ? മൊത്തത്തിൽ ഉറുമ്പ് കടിയാണോ എന്ന്? തോരൻ പകുതിക്ക് നിക്കുവാണേ. തോരൻ ഹായ്. ഹായ് എല്ലാവർക്കും വലിയൊരു ഹായ്. വലിയൊരു ഹായ്. ചൂട് മുളകൊന്നും എടുത്തിട്ടില്ല, അതുകൊണ്ട് പുകയത്തില്ല. ഞങ്ങൾ എങ്ങനെയാണോ അങ്ങനെയാണ് കേട്ടോ വീഡിയോയിലേക്കൊക്കെ വരുന്നത്. ഞങ്ങൾ ഇതുപോലെയാണ് വീട്ടിലേക്ക് കണ്ടോ. ഞങ്ങൾ ഇങ്ങനെയാണ് രണ്ടുപേരും കൂടി കച്ചറ. ഇടയ്ക്ക് എന്നോട് നല്ല കച്ചറ കൂടും. ഞാനും പിണങ്ങും അവനും പിണങ്ങും. ഇല്ല കേട്ടോ, ഞങ്ങൾ രണ്ടും കൂടി ഉള്ളപ്പോൾ നല്ല സെല്ല സ്നേഹം. ഉണ്ണിച്ചേട്ടൻ അവിടെ കിടപ്പുണ്ട്. കച്ചറയൊന്നും കൂടത്തില്ലേ? കാർക്കൂന്തൽ അഴിഞ്ഞു. എന്റെ കാർക്കൂന്തൽ അഴിഞ്ഞു. വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ? ചുമ്മാ ഒരു വീഡിയോ. ആദൂട്ടീൻ്റെ ഇരുത്തവും അമ്മേൻ്റെ പണിയും ഇങ്ങനെയായ എന്ത് ചെയ്യുമോ മതി. ചോറ് റൈസ് കുക്കറെ വെച്ചിട്ടുണ്ട് കേട്ടോ. ആദൂട്ടിക്ക് ആദ്യമേ റേഷനരി ഭയങ്കര ഇഷ്ടമായിരുന്നേ. നമ്മൾ റേഷനരി ചോറാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം ആദൂട്ടിക്ക് എന്നാൽ വയ്യായിക വന്നേ പിന്നെ ഗ്യാസ് കയറുമോ ഇവിടെ. ഇത് മുറുകിയിട്ടൊന്നും അല്ല കേട്ടോ, ഇതൊക്കെ ഭയങ്കര ലൂസാ. ഗ്യാസ് ഇവിടെ ഇങ്ങനെ ഗ്യാസ് കയറും. ഇവിടെ ഗ്യാസ് കയറുന്നതുകൊണ്ട് ഇപ്പം ഞങ്ങൾ ജയേരിയാണ് തിന്നുള്ളൂ. ഞാൻ ജയേരി കൊടുക്കുള്ളൂ.
അതോരാനുള്ള വർത്താനം. ഇത് എന്നതാ ഇത്? ഞാനും അതുട്ടും കൂടിയുള്ള കുറച്ച് നേരമായിരുന്നു. അപ്പം നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഞാൻ പോയി തോരനൊക്കെ വെക്കിട്ടായിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നിരുന്നേ. തല ഞാൻ പിടിച്ചു വെച്ചതാ കേട്ടോ. ഇനിയിപ്പോൾ തല കഴുത്തിയായിട്ട് നിലത്ത് നെഗറ്റീവ് വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അങ്ങനെ ഇട്ടൊക്കെയാണ് കേട്ടോ പഠിക്കേണ്ടതോ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കാൻ മറക്കരുത്. ടാറ്റാ, ബൈ ബൈ.